കൊച്ചി നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് മൂലം റോഡ് യാത്രക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് സമാനമാണ് ഫോർട്ട് കൊച്ചിയിൽ കാൽനട യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതവും. CSML കരാറുകാർ നിർമ്മിച്ച വസ്തുക്കൾ ഫുട്പാത്തിൽ കിടക്കുന്നതോടെ റോഡിന്റെ ഇരുവശത്തുകൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന് നാട്ടുകാർ വലിയ രീതിയിൽ പരാതി ഉയർത്തുന്നു. വീതി കുറഞ്ഞ റോഡിൽ അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രി പരിസരത്തെ ഫുട്പാത്തിലാണ് സ്ലാബ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ചന്നം ഭിന്നം ചിതറിക്കിടക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളും സമീപത്തെ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികളുമടക്കം നിരവധി കാൽനട യാത്രക്കാർ ഉപയോഗിക്കേണ്ട ഫുട്പാത്താണിത്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനം പോകുന്ന റോഡിന് വീതിയില്ലാത്തതുമൂലം അപകടങ്ങളും തുടർക്കഥയാണ്. ഒമ്പത് മാസമായി ഇതിങ്ങനെ കിടക്കുന്നത്. തൊഴിലാളികൾ കുറവാണ്. CSML വർക്കാണ്, 2000 കോടിയുടെ വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം പെട്ടെന്ന് ചെയ്യേണ്ട ഈ പണിയെല്ലാം. കാരണം എത്ര ആൾക്കാർ ഈ റോട്ടിൽ കൂടെ പോകണമെന്നറിയോ? ഈ സ്കൂൾ പിള്ളേരും രോഗികളും പല ആൾക്കാരും ഈ നടപ്പാതയിൽ കൂടെ എങ്ങനെ കയറും? വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കയറി എവിടെ പോയി നിൽക്കും? കാരണം ഈ സ്ലാബ് മൂടുന്നില്ല. സ്ലാബ് മൂടണ്ടേ? മൂടില്ലെങ്കിൽ പല സംഭവങ്ങളും ഇവിടെ നടക്കും. കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിന്റെ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ദുരിതത്തിന് പിന്നിൽ. ഒരു സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കാതെ മറ്റിടങ്ങളിൽ നിർമ്മാണം ആരംഭിക്കുന്നതാണ് പലപ്പോഴും ജോലികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണം. ഫുട്പാത്തിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ നീക്കം ചെയ്ത് കാൽനട യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അതേസമയം കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അത് പരിഹരിച്ച് അടുത്തയാഴ്ച ജോലികൾ ആരംഭിക്കുമെന്നാണ് CSML നൽകുന്ന വിശദീകരണം. ഫുട്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലമെന്നാണ്. എന്നാൽ ഫോർട്ട് കൊച്ചിയിലെ അവസ്ഥ നേരെ വിപരീതമാണ്. ഫുട്പാത്തിലൂടെ ആർക്കും നടക്കാൻ കഴിയില്ല. CSMLന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.